ഇവിടെ നടക്കുന്ന അപകടങ്ങൾ ഒരിക്കലും പെട്ടെന്നുണ്ടാകുന്നതല്ല. പ്രകൃതി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാനിരിക്കുന്നതിന്റെ സൂചനകളായി വളരെ മുൻപ് തന്നെ നൽകി തുടങ്ങും. ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കാണാൻ കഴിയുന്ന പലരുമുണ്ട്. അവർ അത് ആളുകളെ അറിയിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിക്കാനും ശ്രമിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വർഷമാണ് 2026. ഈ വർഷത്തിൽ പ്രളയ സമാനമായ സാഹചര്യം രൂപപ്പെടുമെന്ന് ബാബ വാങ്ക, നോസ്ട്രാഡമസ് പോലുള്ള ഭാവി കർത്താക്കൾ പ്രവചിച്ചിട്ടുണ്ട്. അതിന് ശാസ്ത്രീയ പിന്തുണയുള്ള തെളിവുകളും നിലവിലുണ്ട്. ഇതിനു പുറമെ ഇന്ത്യയെ ബാധിക്കാൻ പോകുന്ന നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ഇതിനകം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞുവെന്ന വാദങ്ങളും ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്: ഈ പ്രവചനങ്ങൾ എന്തൊക്കെയാണ്? 2026 അങ്ങനെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ രാജ്യമായ ഇന്ത്യയിലെ ഏതൊക്കെ പ്രദേശങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടാൻ പോവുക? 2026 ജീവൻ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും എന്തുകൊണ്ടാണ് ആളുകൾ 2026 ലോകം അവസാനിക്കും എന്ന് പറഞ്ഞതെന്ന്. ഒരിക്കൽ നിങ്ങളുടെ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കുക. പകൽ സമയമാണെങ്കിൽ നിങ്ങൾക്ക് സൂര്യനെ കാണാം. എന്നാൽ അതുകൊണ്ട് സൂര്യപ്രകാശം ആസ്വദിക്കാൻ പോയേക്കരുത്. കാരണം അവിടെ എന്തോ ഭീകരമായ ഒന്ന് നടക്കുന്നുണ്ട്. 2024 ഒക്ടോബർ മാസം 3 സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും X9.0 തീവ്രതയുള്ള ഒരു സോളാർ ഫ്ലെയർ പുറത്തുവിടുന്നു. ലളിതമായി പറഞ്ഞാൽ ഇടയ്ക്കിടെ നമ്മുടെ സൂര്യനിൽ നിന്നും അതിശക്തമായ ചാർജുള്ള കണങ്ങൾ പുറപ്പെടും. ഇവയ്ക്കൊക്കെ അത്രയധികം ഊർജമുണ്ട്. അവ ഭൂമിയുടെ ഓർബിറ്റിലുള്ള ഉപഗ്രഹങ്ങളുമായി ഇടിച്ചാൽ അവയെ പൂർണ്ണമായും നശിപ്പിക്കാൻ പോലും കഴിയും. ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ ഭൂമിയിലെ മുഴുവൻ ഇന്റർനെറ്റ് സംവിധാനവും റേഡിയോ സംവിധാനങ്ങളും എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റിയും ഒരൊറ്റ നിമിഷം കൊണ്ട് തകരാറിലാകും. 2024 ഒക്ടോബറിലെ ഈ സംഭവത്തെക്കുറിച്ച് മനുഷ്യൻ അറിഞ്ഞപ്പോൾ അത് വലിയ ഭീഷണിയായി കണക്കാക്കപ്പെട്ടു. ഇന്റർനെറ്റിൽ വലിയ ആശങ്കയും ഭീതിയും പരന്നു. ഒരു ഇലക്ട്രോണിക് ഉപകരണവും ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് പോലും ജീവനോടെ നിലനിൽക്കില്ല എന്ന് വരെ ആളുകൾ കരുതി. എന്നാൽ ഏതോ വിധത്തിൽ മനുഷ്യർ അതിനെ അതിജീവിച്ച് മുന്നോട്ടു പോയി. അടുത്ത 5-10 വർഷത്തേക്ക് സൂര്യനിൽ നിന്നും ഇത്തരം ഒരു ഭീകര ഊർജം ഭൂമിയിലേക്ക് വരില്ല എന്ന് കരുതി എല്ലാവരും ആശ്വസിച്ചു. പക്ഷെ അതാണ് മനുഷ്യർ ചെയ്ത ഏറ്റവും വലിയ പിഴവ്. 2025 ജനുവരിയിൽ ആസ്ട്രോഫിസിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം വ്യക്തമായി പറഞ്ഞത് നമ്മുടെ എല്ലാ കണക്കുകളും തെറ്റാണ് എന്നാണ്. 2026 മെയ് മുതൽ 2027 ഡിസംബർ വരെ X14.3 ഇതിനേക്കാൾ കൂടുതൽ തീവ്രതയുള്ള 2 മുതൽ 3 സോളാർ ഫ്ലെയറുകൾ ഭൂമിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത്. ഇതെത്രമാത്രം ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ ഒന്ന് ചിന്തിച്ചാൽ മതി. 2024 ശാസ്ത്രജ്ഞന്മാരെ തന്നെ വിറപ്പിച്ച സോളാർ സ്റ്റോമിനേക്കാൾ ഈ 2026 ഉണ്ടാകാൻ പോകുന്നത് 150 മടങ്ങ് കൂടുതൽ ശക്തമായിരിക്കും. 1859 ഉണ്ടായ ഒരു ശക്തമായ സോളാർ ഫ്ലെയർ ഭൂമിയിലേക്ക് ഇടിച്ചപ്പോൾ അതിന്റെ ഫലമായി ലോകമെമ്പാടുമുള്ള ടെലിഗ്രാഫ് സ്റ്റേഷനുകളിൽ തീപിടുത്തമുണ്ടായി. അന്നത്തെ കാലത്ത് പകുതിയിലധികം ലോകത്തേക്കും വൈദ്യുതി പോലും എത്തിയിരുന്നില്ല. എന്നാൽ ഇന്ന് ഓരോ കുട്ടിയുടെ കൈകളിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ഇന്റർനെറ്റും വൈഫൈയും ഒന്നുമില്ലാതെ ആളുകളുടെ ജീവിതം മുന്നോട്ട് പോകില്ല. അപ്പോൾ അത്തരമൊരു സോളാർ സ്റ്റോം ഇന്ന് സംഭവിച്ചാൽ ഉപഗ്രഹങ്ങളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും പൂർണ്ണമായും തകർന്നു പോകും. അതിനു പുറമെ ഈ ചാർജ് അസന്തുലിതാവസ്ഥ മൂലം നിരവധി വീടുകളിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തീപിടുത്തമുണ്ടാകും. ഏറ്റവും ഭീകരമായ കാര്യം എന്തെന്നാൽ ഈ ചാർജുള്ള കണങ്ങൾ കണ്ടെത്തുന്നതിൽ നിന്നും ഭൂമിയിൽ ഇടിക്കുന്നത് വരെയുള്ള സമയം അത് വളരെ കുറവാണ്. അതിനാൽ ലോകവ്യാപകമായി മുന്നറിയിപ്പ് നൽകാനോ അലാറം മുഴക്കാനോ ഒന്നുപോലും സാധിക്കില്ല. അപ്പോൾ ഇതിലൂടെ അർത്ഥമാക്കുന്നത് 2026 സംഭവിക്കാൻ പോകുന്ന ഈ സോളാർ സ്റ്റോം അത്യന്തം വലിയ നാശം വിതയ്ക്കുമെന്നാണ്. സ്ഥലങ്ങൾ ഇടവിടാതെ തീപിടുത്തങ്ങൾ, ആളുകൾ ഉറക്കത്തിനിടെ തന്നെ മരണപ്പെടൽ, നഗരങ്ങൾ മുഴുവനും ശ്മശാനമായി മാറുക, ഇതൊന്നും യുദ്ധമോ ആണവ ബോംബ് മൂലമോ അല്ല. ഭൂമിയിൽ നിന്നും 15 കോടി കിലോമീറ്റർ അകലെയായിരിക്കുന്ന സൂര്യനിൽ നിന്നുള്ള ഒരു കൊടുങ്കാറ്റാണ് ഇതിന് കാരണം. അതിനെ തടയാൻ മനുഷ്യർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ ഭയാനകമായി തോന്നാം.
പക്ഷെ ഇതൊക്കെയാണ് 2026 തുടക്കം മാത്രം. ഈ വർഷം ഇതിലും ഭീകരമായ സാഹചര്യങ്ങൾ കാണാനുണ്ട്. 2025 ഡിസംബർ 27 രാത്രി 11:05 തൈവാനിൽ റെക്ടർ സ്കെയിലിൽ 7 തീവ്രതയുള്ള ഒരു ഭൂകമ്പം രേഖപ്പെടുത്തിയിരുന്നു. നോർത്ത് ഈസ്റ്റേൺ സിറ്റി ഇലാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഭൂകമ്പത്തിന്റെ ആഴം ഏകദേശം 73 കിലോമീറ്റർ ആയിരുന്നു. പുതുവർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ, അതിന്റെ ഒരു 4 ദിവസം മുമ്പേ വലിയ നാശം വിതയ്ക്കുന്ന ദുരന്തങ്ങളുടെ സൂചനകൾ ലഭിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ഭൂകമ്പങ്ങൾക്ക് കാരണം 2025 മാത്രം വ്യത്യസ്ത സ്റ്റേഷനുകളിൽ 17,526 ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ ഉയർന്ന സംഖ്യയാണ്. 2025 ജൂലൈയിൽ റഷ്യയിലെ കാങ്ജാഡ് പ്രദേശത്ത് 8.8 മാഗ്നിറ്റ്യൂഡുള്ള ഒരു ശക്തമായ ഭൂകമ്പം ഉണ്ടായി. കഴിഞ്ഞ 10 വർഷത്തിനിടയിലുള്ള ഏറ്റവും ശക്തമായ ഭൂകമ്പമായിരുന്നു അത്. 2025 മാർച്ച് 28 മ്യാൻമറിൽ 7.7 മാഗ്നിറ്റ്യൂഡുള്ള മറ്റൊരു ഭൂകമ്പം ഉണ്ടായി. അതിൽ 5,456 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ 2025 ജനുവരിയിൽ തിബത്തിലെ പ്രദേശങ്ങളിലുണ്ടായ പ്രദേശത്ത് 400 പേരുടെ മരണം രേഖപ്പെടുത്തി. ഇവയെല്ലാം യാദൃശ്ചിക സംഭവങ്ങളല്ല. ഭൂമിയുടെ അടിയിൽ വലിയ ചലനങ്ങൾ നടക്കുന്നതിന്റെ ശക്തമായ തെളിവുകളാണിവ. അതിന്റെ പ്രതിഫലനം റീഡിംഗ്സിലും വ്യക്തമായി കാണാം, പ്രത്യേകിച്ച് പസഫിക് മഹാസമുദ്രത്തിനടുത്തുള്ള പ്രദേശങ്ങളിൽ. കാരണം ലോകത്തിലെ 67% അഗ്നിപർവ്വതങ്ങളും അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ അഗ്നിപർവ്വതങ്ങളിലേക്കാണ് വിഷയം തിരിയുന്നതിന്. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. 2025 ലാവ പുറപ്പെടുവിച്ച 63 അഗ്നിപർവ്വത പൊട്ടിത്തെറികൾ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ നിരവധി ചെറുതും വലുതുമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഫലമായി 2025 ആധുനിക ചരിത്രത്തിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വത വർഷമായി മാറി. പക്ഷെ അതൊരു തുടക്കം മാത്രമാണ്. ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നത് 2026 ഒരു സൂപ്പർ വോൾക്കാനിക് ഇറക്ഷൻ സംഭവിക്കുമെന്നാണ്. ചെറിയ ചെറിയ അഗ്നിപർവ്വത പൊട്ടിത്തെറികളും ടെക്ടോണിക് പ്ലേറ്റ്സ് ചലനങ്ങളും ഒടുവിൽ ഒരു മഹാവിസ്ഫോടനത്തിലേക്ക് നയിക്കും എന്നാണ് അവരുടെ വിലയിരുത്തൽ. ഇത് എവിടെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം കേട്ടാൽ നിങ്ങൾക്ക് തന്നെ ഭയം തോന്നിപ്പോകും. എക്സെൽസി മൗണ്ട് വോൾക്കാനോ. ഇതിന്റെ പ്രധാന ആഘാതം അമേരിക്കൻ സമുദ്ര പ്രദേശത്തായിരിക്കും, കരഭാഗങ്ങളിൽ ഇല്ല. കരഭാഗത്ത് അമേരിക്കയിൽ നിലവിലുള്ള ഏക സൂപ്പർ വോൾക്കാനോ യെല്ലോസ്റ്റോൺ ആണ്. US ജിയോളജിക്കൽ സർവേയും നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ വീണ്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ യെല്ലോസ്റ്റോൺ, അതായത് നാഷണൽ പാർക്കിലെ അഗ്നിപർവ്വതം അടുത്ത 10-20 വർഷത്തിനുള്ളിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയൊന്നും ഇല്ല എന്നാണ്. അതിനാൽ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയെയും ഇതിൽ നിന്നും ഒഴിവാക്കാം. എന്നാൽ ഭൂമിയിലെ ടെക്ടോണിക് പ്ലേറ്റുകളുടെ മാപ്പ് ഒന്ന് പരിശോധിച്ചാൽ പസഫിക് പ്ലേറ്റുകളോട് ചേർന്നിരിക്കുന്ന 2 പ്ലേറ്റുകൾക്കാണ് ഇത്തരം ഒരു പ്രളയ സമാന സംഭവത്തിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളത്. ഒന്ന് യൂറോപ്യൻ പ്ലേറ്റ് ആണ്. ഇതിൽ യൂറോപ്പിന്റെയും റഷ്യയുടെയും വലിയൊരു ഭാഗം ഉൾപ്പെടുന്നുണ്ട്. രണ്ടാമത്തേത് ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്. ഇതിൽ ഓസ്ട്രേലിയയും ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ത്യയും ഇതിന്റെ പിടിയിലാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്കിതൊക്കെ മുമ്പേ അറിയാവുന്നതായിരിക്കാം. കാരണം 2025 ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത പൊട്ടിത്തെറികളും പ്രകൃതി ദുരന്തങ്ങളും സാധാരണ സംഭവങ്ങളായി തന്നെ മാറി. നിങ്ങളുടെ മനസ്സിലിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, 2025 നമ്മൾ അതിജീവിച്ചു, 2026 ഇനി എന്ത് ചെയ്യാനാണ്? എങ്കിലും ഈ പ്രവചനങ്ങളൊക്കെ നിങ്ങൾ കേട്ടേ മതിയാവുകയുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് റഷ്യയിൽ ഒരു 12-13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. കളിക്കിടെ അവൾ ഒരു അപകടത്തിൽ പെടുന്നു. അതിൽ അവളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. എന്നാൽ അതിനുശേഷം അവൾക്ക് അസാധാരണമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഭാവിയിലെ സംഭവങ്ങൾ അവൾക്ക് ദൃശ്യമായി കാണാൻ തുടങ്ങി. പിന്നീട് അവൾ ബാബ വാങ്ക എന്ന പേരിൽ ലോക പ്രശസ്തയായി. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ചെർണോബിൽ ദുരന്തം, 9/11 ആക്രമണം, ഇന്ദിരാഗാന്ധിയുടെ വധം തുടങ്ങിയ നിരവധി സംഭവങ്ങൾ അവർ കൃത്യമായി പ്രവചിച്ചിരുന്നു. അതുപോലെ തന്നെ 16-ാം നൂറ്റാണ്ടിൽ നോസ്ട്രാഡമസ് എന്ന ഒരു മഹാജ്യോതിഷനുണ്ടായിരുന്നു. ഒരാളെ കണ്ടാൽ തന്നെ അവന്റെ ഭാവി പറയാൻ കഴിയുന്ന ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വലിയ സമ്പന്ന കുടുംബങ്ങൾ, പ്രശസ്തരായ ആളുകൾ, ഫ്രാൻസിന്റെ രാജ്ഞി കാതറിൻ ഡി മെഡിസി, ഇവർ പോലും തന്റെ ഭാവി അറിയാൻ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഇന്നുവരെയും നോസ്ട്രാഡമസ് പറഞ്ഞ ഒരു പ്രവചനവും തെറ്റിയിട്ടില്ല എന്നതാണ് വിശ്വാസം. 1555 വർഷത്തിൽ അദ്ദേഹം ലെ പ്രൊഫറ്റീസ് എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിൽ 4 വരികളടങ്ങിയ ക്വാട്രയിൽസ് ആയിരുന്നു എഴുതിയിരുന്നത്. ഇതിൽ ലോകത്തിന്റെ ഭാവി എഴുതിയിട്ടുണ്ട് എന്നാണ് വിശ്വാസം.
ഇന്നും ആളുകൾ ഈ പുസ്തകത്തിലെ വരികൾ ഡീകോഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും സാധിച്ചിട്ടുമില്ല. ഈ രണ്ട് ഭാവികർത്താക്കളും ബാബ വാങ്കയും നോസ്ട്രാഡമസും തങ്ങളുടെ തെളിയിക്കപ്പെട്ട പ്രവചനങ്ങളിലൂടെ ലോകത്തെ അത്ഭുതപ്പെടുത്തിയവരാണ്. 2026 കുറിച്ചും ഇരുവരും നിരവധി പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ബാബ വാങ്ക പറഞ്ഞത് ഇതായിരുന്നു: ഈ വർഷത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ തുടർച്ചയായി പ്രകൃതി ദുരന്തം ഉണ്ടാകും. പ്രളയ സമാനമായ സാഹചര്യങ്ങൾ രൂപപ്പെടും. അതിന്റെ ഫലമായി ലോകത്തിന്റെ ഏകദേശം 7-8% ഭാഗം പൂർണ്ണ നാശത്തിന്റെ വക്കിലെത്തും. ഈ നാശഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ ഇന്ത്യയും ഒരു വലിയ പേരാണ്. ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നുള്ളത് ഞാനിപ്പോൾ വിശദീകരിക്കാം. ഇന്ത്യയെ ചുറ്റിപ്പറ്റിയുള്ള നിരവധി പ്രദേശങ്ങളിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വലിയ മാറ്റങ്ങൾ നടക്കുകയാണ്. ചിലത് വളരെ പതുക്കെ, ചിലത് അതിവേഗത്തിൽ. അറ്റ്ലാന്റിക് മെറിഡിയോണൽ ഓവർ ട്യൂണിംഗ് സർക്കുലേഷൻ AMOC മൂലം കാലാവസ്ഥയുടെ ബാലൻസ് തകരാൻ പോവുകയാണ്. എന്നാൽ AMOC ഒറ്റയ്ക്ക് നമുക്ക് മാറ്റിവെച്ച് നോക്കിയാലും രാജ്യത്തിന്റെ സ്ഥിതി ഇതിനകം തന്നെ അതീവ ഗുരുതരമാണ്. ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലുമുള്ള വലിയ നഗരങ്ങളിൽ വായു മലിനീകരണ സൂചിക അതിര് കടന്ന നിലയിലാണ്. പല സ്ഥലങ്ങളിലും ഇനി മനുഷ്യർക്ക് താമസിക്കാനേ അനുയോജ്യമല്ലാത്ത അവസ്ഥയിലായി. സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് പുറത്തിറക്കിയ ഒരു റിപ്പോർട്ട് പ്രകാരം 2025 നവംബർ വരെ ഇന്ത്യയിൽ കഴിഞ്ഞ 334 ദിവസങ്ങളിൽ 331 ദിവസവും ഏതെങ്കിലും തരത്തിലുള്ള എക്സ്ട്രീം വെതർ ഇവന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതർത്ഥമാക്കുന്നത് ആ 3 ദിവസങ്ങൾ ഒഴികെ ഇന്ത്യയിൽ ദിവസേന ഏതെങ്കിലും ഒരു വലിയ പ്രകൃതി ദുരന്തം നടന്നിട്ടുണ്ട് എന്നാണ്. ഈ ദുരന്തങ്ങളുടെ ഫലമായി 4400-ലധികം ആളുകൾ, 77,000-ലധികം മൃഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം തകർന്നു. പക്ഷേ ഇതൊക്കെ തുടക്കം മാത്രമാണ്. ഇത് നമ്മൾ അത്ര സാരമായി അനുഭവപ്പെടാത്തതിന്റെ കാരണം ഈ ദുരന്തങ്ങൾ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പിരിഞ്ഞാണ് നടക്കുന്നത്. ശാസ്ത്രജ്ഞർ ഇത് മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുഴുവൻ ഉത്തരേന്ത്യയും ഗ്രേറ്റ് ഹിമാലയൻ എർത്ത്ക്വേക്ക് എന്ന വലിയ ഭൂകമ്പ ഭീഷണിയിലാണ്. അവിടെ ഏത് നിമിഷവും 8 അല്ലെങ്കിൽ അതിന് മുകളിൽ മാഗ്നിറ്റ്യൂഡുള്ള ഭൂകമ്പം ഉണ്ടാകാം. 2015 നേപ്പാളിൽ ഉണ്ടായ ഭൂകമ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 7.8 ആയിരുന്നു. അതിൽ 9000-ലധികം ആളുകൾ മരിച്ചു. ഇപ്പോൾ ഡൽഹിയുടെയും ഉത്തർപ്രദേശിന്റെയും ജനസാന്ദ്രത നേപ്പാളിനേക്കാൾ വളരെ കൂടുതലാണ്. അത്തരം ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ 7.8-നേക്കാൾ ശക്തമായ ഭൂകമ്പം സംഭവിച്ചാൽ എത്ര ജീവൻ നഷ്ടപ്പെടുമെന്നുള്ളത് ചിന്തിക്കാനേ കഴിയില്ല. പരിക്കേറ്റവരുടെ എണ്ണം എണ്ണിപ്പിടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കും. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന വലിയ ചുഴലിക്കാറ്റിനെ കുറിച്ചും നിങ്ങൾ അറിയണം. പ്രത്യേകിച്ച് ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളോടൊപ്പം അരാവതി പോലുള്ള പർവ്വത നിരകളുടെ നാശം, വികസനത്തിന്റെ പേരിൽ നടക്കുന്ന വനനശീകരണം, വളരുന്ന മലിനീകരണം, ഇവയും കൂടെ കൂട്ടിച്ചേർത്താൽ ഇന്ന് വെള്ളം ഇതിനകം തന്നെ വിഷമായി മാറിക്കഴിഞ്ഞു. നദികൾ ഉപയോഗശൂന്യമായി മാറുന്നു. വായുവും പതുക്കെ വിഷമയമാവുകയാണ്. ഇതൊന്നും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. ഇവയെല്ലാം കൂട്ടിച്ചേർത്താൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ നല്ല ദിവസങ്ങളെ അല്ല എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. സ്ഥിതിഗതികൾ കൂടുതൽ മോശമാവുക തന്നെ ചെയ്യും. ദക്ഷിണേന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ ചുഴലിക്കാറ്റുകളുടെ രൂപത്തിലുള്ള വലിയ ഭീഷണി എപ്പോഴും നിലനിൽക്കുന്നു. ബാബ വാങ്കയുടെ പ്രവചനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അപകടകരമായി സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, എനിക്ക് പണമുണ്ട്, പണത്തിന്റെ ബലത്തിൽ ഞാൻ ഈ ദുരന്തത്തെ എല്ലാം അതിജീവിക്കും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നോസ്ട്രാഡമസിന്റെ പ്രവചനം കൂടെ നിങ്ങൾ അറിയണം. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, മൊബൈൽ, ഗാഡ്ജറ്റുകൾ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വളരെ വേഗം വില കൂടുകയാണ്. പക്ഷെ അതിന്റെ യഥാർത്ഥ കാരണം നിങ്ങൾക്കറിയാമോ? ഇതിന് പിന്നിലെ കാരണം AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. AI മോഡലുകളും അതുമായി ബന്ധപ്പെട്ട ഡാറ്റാ സെന്ററുകളും പ്രവർത്തിപ്പിക്കാൻ അത്യധികം കമ്പ്യൂട്ടിംഗ് പവർ ആവശ്യമാണ്. ലോകത്തിൽ നിലവിലുള്ള റാമും ചിപ്പ് ഉൽപാദനവും അവയുടെ ആവശ്യത്തിന് തീരെ പോരാ. ചിപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സെമി കണ്ടക്ടർ മെറ്റീരിയലുകൾക്കായി ലോകം തന്നെ ക്ഷാമം അനുഭവിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ സപ്ലയറുകളിൽ ഒന്നാണ് തായ്വാൻ. ആർക്കാണോ തായ്വാനിൽ അധികാരമുള്ളത് അവരായിരിക്കും AIയെ നിയന്ത്രിക്കുക. AIയെ നിയന്ത്രിക്കുന്നവരാണ് അടുത്ത 30 വർഷം ലോകത്തെ നിയന്ത്രിക്കുക. അതുകൊണ്ടാണ് ചൈന ഇന്ന് എന്നല്ല കഴിഞ്ഞ പല വർഷങ്ങളായി തായ്വാനിൽ ആധിപത്യം സ്ഥാപിക്കാൻ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഓരോ തവണയും ചൈനയുടെ ശ്രമങ്ങളെ തടയാൻ ഇടയിൽ കയറുന്നത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് തായ്വാനോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടല്ല ഇത്. പകരം
ലോകത്തിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ നിധി ചൈനയുടെ കൈവശം പോകാതിരിക്കാനാണ്. നോസ്ട്രാഡമസിന്റെ പ്രവചനം ഡീകോഡ് ചെയ്തവർ പറയുന്നത് ഈ വർഷം തന്നെ സൗത്ത് ചൈന സീക്ക് സമീപം അമേരിക്ക ഉൾപ്പെടെ 7 രാജ്യങ്ങൾ ചേർന്ന് ചൈനയ്ക്കെതിരെ ഒരു യുദ്ധം ആരംഭിക്കുമെന്നാണ്. ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ഈ യുദ്ധത്തിന്റെ ഏക കാരണം ഒരേയൊരു വിഷയമേ ഉള്ളൂ, തായ്വാൻ. കഴിഞ്ഞ 3 വർഷങ്ങളായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ചെറിയ യുദ്ധങ്ങൾ തുടർച്ചയായി നടക്കുകയാണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന ഈ ചെറിയ യുദ്ധങ്ങളെല്ലാം ചേർന്ന് വരാനിരിക്കുന്ന കാലത്ത് ഒരു വലിയ ലോക യുദ്ധമായി മാറിയേക്കാം. നോസ്ട്രാഡമസിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം യുദ്ധം എത്ര തന്നെ നീണ്ടുപോയാലും അവസാന വിജയം ചൈനയ്ക്കായിരിക്കും. ചൈന ഇന്ത്യക്ക് എത്രത്തോളം അപകടകാരിയാണ് എന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ അറിയേണ്ടതില്ലല്ലോ. ആകെ ചേർത്ത് പറഞ്ഞാൽ 2026 ഇന്ത്യ പ്രകൃതി ദുരന്തങ്ങളാൽ മാത്രമല്ല രാഷ്ട്രീയമായും ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകും. ഈ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുന്നത് അത്യന്തം ബുദ്ധിമുട്ടായിരിക്കും. ഇവയുടെ ആഘാതം നമ്മുടെ രാജ്യത്തിന്റെ കറൻസിയിലും പ്രതിഫലിക്കാം. സ്ഥിതിഗതികൾ അത്രമേൽ മോശമാകും. 2026 ജനസംഖ്യയുടെ ഒരു വലിയ വിഭാഗത്തിന് മനസ്സിലാകാൻ തുടങ്ങും ലോകം അവസാനിച്ചു എന്ന തോന്നലുണ്ടാകും. ഇന്ത്യയിൽ തുടർച്ചയായി നടക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ 2 വിഭാഗങ്ങളായോ 3 വിഭാഗങ്ങളായോ മനുഷ്യർ തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ, ഈ പരസ്പര പോരാട്ടങ്ങളെല്ലാം സ്ഥിതി കൂടുതൽ വഷളാക്കും. അപ്പോൾ പിന്നെ ഈ വിഷയത്തിൽ ഇനി അധികം പറയാനൊന്നും ഇല്ലല്ലോ. ഇതുകൂടാതെ നോസ്ട്രാഡമസിന് മറ്റൊരു പ്രവചനം കൂടെ നടത്തിയിരുന്നു. ഈ വർഷം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ ഒരു വലിയ തർക്കമുണ്ടാകും. ഇതുമൂലം 210 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി സ്വിറ്റ്സർലാൻഡിന് പോലും ഇടപെടേണ്ടി വരും. അവരുടെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ നിലപാടായ ന്യൂട്രാലിറ്റിക്ക് പോലും ചോദ്യം വരും. ഇതോടൊപ്പം ഒരു എക്കണോമിക് കൊളാപ്സിന്റെ തുടക്കവും സംഭവിക്കും. ഈ എല്ലാ പ്രവചനങ്ങളും ഒറ്റക്കെട്ടായി നോക്കിയാൽ അമേരിക്ക, യൂറോപ്പ്, ചൈന, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ വരാനിരിക്കുന്ന കാലത്ത് യുദ്ധത്തിലേക്ക് പോകും. ഇവയിൽ നിന്നും ഇന്ത്യ മാത്രം മാറി നിൽക്കും. പക്ഷെ ഓർക്കുക, യുദ്ധം ഒരിക്കലും സമൃദ്ധി കൊണ്ടുവരില്ല. അത് സാമ്പത്തിക സംവിധാനങ്ങളെ തകർക്കും, ജനങ്ങളെ ദാരിദ്ര്യത്തിലാക്കും. ലോകമെമ്പാടും ഇത്രയധികം യുദ്ധങ്ങളും എക്കണോമിക് അസ്ഥിരതയും ഉണ്ടാകുമ്പോൾ ഇന്ത്യ അതിൽ നിന്നും പൂർണ്ണമായും അകന്നു നിൽക്കുമെന്ന് ഒരിക്കലും പറയാനാകില്ല. അതേസമയം ഇന്ത്യ എന്ന രാജ്യം ലോകവ്യാപക കലാപങ്ങൾക്കിടയിലും താരതമ്യേന ഒരു സ്ഥിരത പുലർത്തുന്ന രാജ്യമാണ്. ഈ സ്ഥിരത നമുക്കൊരു 2-3 വർഷത്തെ സമയം നൽകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു സ്പെക്കുലേഷൻ മാത്രമാണ്. ഇങ്ങനെ 2026 കുറിച്ച് നമ്മൾ വളരെയധികം മോശമായ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ ഈ ലോകത്ത് ഈ പ്രവചനങ്ങളൊന്നും വിശ്വസിക്കാത്തവരും ഉണ്ട്. 2026 കുറിച്ച് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുന്നവരുമുണ്ട്. അതേസമയം ഈ പ്രവചനങ്ങളും പ്രകൃതിയുടെ സൂചനകളും കേട്ട് വളരെ ടെൻഷൻ അടിക്കുന്നവരുമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഏത് സൈഡിലാണ്? ടെൻഷൻ അടിക്കുന്നവരുടെ സൈഡിലാണോ, അല്ലെങ്കിൽ ടെൻഷൻ കൊടുക്കുന്നവരുടെ സൈഡിലാണോ? കമന്റിൽ പറയുക. എന്നോട് ചോദിച്ചാൽ 2026 കുറിച്ച് നിനക്കെന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇതായിരിക്കും: എന്ത് സംഭവിക്കണമെന്നുണ്ടോ അത് സംഭവിക്കും. ജീവിതം തുറന്ന മനസ്സോടെ അങ്ങ് ജീവിക്കുക, എൻജോയ് ചെയ്യുക, പുതിയ പുതിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക, അവയെല്ലാം നേടാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ പറയുക, 2026 നിങ്ങളുടെ ഗോൾ എന്താണ്? ഇതുവരെയും വീഡിയോ ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ മറ്റൊരുപാട് പേരിലേക്ക് എത്താൻ നിങ്ങൾ നൽകുന്ന ആ ഒരു ലൈക്ക് തന്നെ മതിയാകും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.